ഗൈസ് ഞാൻ നിലമ്പൂർക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചൂണ്ടയിട്ട് തോട്ടിൽ നിന്ന് മീൻ പിടിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് എടുക്കാം. നിങ്ങൾ കണ്ടോ ഏറ്റവും വലിയ മീനാണ് ഗൈസ്. കണ്ടോ സെറ്റായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടിയും പൊരിയാനുണ്ട്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല ഗൈസ്, പൊളിയാണ്. പിടിക്കാൻ വിചാരിക്കുന്ന മീൻ കുറുവയാണ്. അപ്പോൾ ഈ ഒരു കലക്ക വെള്ളത്തിൽ അത് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം. ഈ കുറുവയ്ക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇരയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കുടലും പുൽച്ചാടിയുമാണ് ഗൈസ്. അപ്പോൾ ഏതുമേയാണ് കൂടുതൽ മീൻ കിട്ടുന്നത് അതിമേ ആയിരിക്കും നമ്മൾ ഇനി ഇടുന്നത്. നമുക്ക് നമ്മളെ ചൂണ്ടമ്മ ഇരയായിട്ട് ഉപയോഗിക്കുന്നത് പച്ചപ്പുളിച്ചാടിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, അതിനെ നമുക്ക് പിടിക്കണം. ഇവിടെ ഒരു പച്ചപ്പുളിച്ചാടി ഉണ്ട്, അതിനെ നമുക്ക് പിടിക്കാം. നമുക്ക് പച്ചപ്പുളിച്ചാടിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂണ്ടമ്മ കോർക്കണം. ഗൈസ് ഇങ്ങനെയാണ് കോർക്കേണ്ട രീതി. ഇനി വേണേ നമുക്ക് വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യത്തെ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു മീനെ കിട്ടി ഗൈസ്. ഇതിനെ കുറുവപ്പരലെന്നും പറയും. ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് വലിയ ബാർബ് ആണ്. നമുക്ക് ഇനി ഇവനെ ഒരു വള്ളിയിൽ കോർത്ത് വെക്കാം. ഗൈസ് നമ്മൾ ഒരു സ്പോട്ട് മാറി അടുത്ത സ്പോട്ടിലേക്ക് പോയപ്പോൾ ഒരു കിടിലൻ കാഴ്ചയാണ് ഗൈസ് നമ്മൾ കണ്ടത്. ഒരു ആന അവിടെ കുളിക്കുന്നു. കോഴിക്കുടലിൽ ഇട്ട് നോക്കാം. ഗൈസ് എങ്ങനെ മീൻ കൊത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇതുണ്ട്, ഈ ഒരു നൂല് ഈർപ്പനെ നമ്മുടെ ഈ 2 വിരലും ഈ 3 വിരലും കൂട്ടി ഇങ്ങനെ പിടിക്കാം. ഒരു വൈബ്രേഷൻ വരെ ഇപ്പോൾ കൊത്തുന്നുണ്ട്. ആദ്യത്തെ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കുറുവപ്പരലാണ്. ആദ്യമായിട്ട് ഇനി അടുത്ത മീൻ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക് കിട്ടുമെന്ന്. ഗൈസ് മീൻ കൊത്തുമ്പോൾ ലൈന് പതുക്കെ പതുക്കെ വിട്ട് കൊടുക്കണം. നമുക്ക് മൂന്നാമത്തെ ഒരു കുറുവപ്പരലിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇതൊരു വലിയ കുറുവപ്പരലാണ്, കണ്ടോ. നമുക്ക് മൂന്നാമത്തേണ്. നമുക്കിപ്പോ കിട്ടിയില്ല ഏറ്റവും വലിയതാണ് ഗൈസ്. നന്നായി കുളത്ത് മുണങ്ങിയിട്ടുണ്ട്.
നമ്മളിതിന് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് കോഴിയുടെ കുടലാണ്. നിങ്ങളുണ്ടോ ഏറ്റവും വലിയ മീനാണ് കണ്ടോ. അയ്യോ അവന്റെ നമുക്ക് മൂന്നാമത്തെയാണ്. എന്തായാലും വലിച്ചു നോക്കാം. നമുക്ക് അടുത്ത കുറുവ. അടുത്ത കുറുവ വലുതാണ് ഇപ്പൊ നമുക്ക്. നമ്മളിത് എടുക്കുമ്പോ നമ്മുടെ കയ്യുമ്മേ കൊക്ക് കയറാതെ നോക്കാം. അടുത്ത കുറുവ ഇതടക്കം നമുക്ക് 4 എണ്ണമായി. ഈ നമ്മൾ ബക്കറ്റ് കിട്ടുന്നുണ്ടോ. 1 2 3 4 എണ്ണം ഇതുണ്ടോ. ഗൈസ് നമുക്ക് ഇനി മീനെ നന്നാക്കാം. പൊരിച്ച് തിന്നാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഈ ഇതില്ലേ വാലും ഒക്കെ വെട്ടി കളയാം ഗൈസ്. നന്നാക്കി ഓൻ തന്നെ പൊരിച്ചു തിന്നു. ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം നമ്മൾ ഇതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പുമാണ് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ആണ് ചേർക്കുന്നത്. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിന്റെ മേത്തേക്ക് ഇത് തേച്ച് കൊടുക്കണം. നന്നായി തേച്ച് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഉള്ളിലേക്കൊക്കെ നന്നായി തേച്ച് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകെ പേസ്റ്റ് എത്തുള്ളൂ ഗൈസ്. മീൻ നമ്മൾ പേസ്റ്റ് തേച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ 2 ഭാഗവും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഈ 2 മീനെയും തേക്കാം. അത് ഇനി നമുക്ക് ചട്ടി വെക്കാം. ആവശ്യമുള്ള എണ്ണ എടുക്കണം ഗൈസ്. നമുക്ക് എണ്ണ പരത്താം. അതിനുശേഷം നമ്മുടെ ഈ മീൻ കണ്ടോ ഗൈസ്, ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. നമുക്ക് മീനുകളൊക്കെ വെച്ച് കൊടുക്കണം.
ഇവിടെ കുറുവ കടന്ന് പൊരിയാണ്. നന്നായിട്ട് പൊരിയട്ടെ. ഇനി നമുക്ക് കുറച്ച് എണ്ണേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല മണമാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയായി. ഇതിന്റെ മണം ഞാൻ അടിക്കുകയാണ്. ഇനി ഇത് മറച്ചിട്ട് കൊടുക്കാം. ഇവിടെ മീനിന്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അടുത്ത ഈ ഒരു ഭാഗം കൂടി ആവാൻ ഒരു ഭാഗം സെറ്റായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടിയും പൊരിയാനുണ്ട്. ഇതിന്റെ മണം ഒരു രക്ഷയില്ല ഗൈസ്, പൊളിയാണ്. നമ്മുടെ കുറുവ പരല് സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രണ്ട് ഭാഗവും പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനും ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറുവ പരല്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തികളാണ്. ഇത് അജുവ, ഇത് നഷ്മിയ. സൂപ്പർ, അടിപൊളിയാട്ടോ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, പൊള്ളിയാണ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു കിടുക്കാച്ച് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.